വരാൻ പോകുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പാണ് ഇനിയുള്ള ദിവസങ്ങളിലെ പ്രധാന ചർച്ചാ വിഷയം. ഓരോ പാർട്ടികളും സ്ഥാനാർത്ഥികളെ നിർണയിക്കാനുള്ള ഒരുക്കങ്ങളിലാണ്. ഇതിനോടകം സോഷ്യൽ മീഡിയയിൽ തെരഞ്ഞെടുപ്പ് ചർച്ചകൾ സജീവമായി കഴിഞ്ഞു. പാർട്ടി നിശ്ചയിച്ചിട്ടില്ലെങ്കിലും സോഷ്യൽ മീഡിയ സ്ഥാനാർത്ഥികളെ നിശ്ചയിച്ച മട്ടാണ്. പറഞ്ഞു വരുന്നത് ഇന്ന് രാവിലെ മുതൽ സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ച ആ കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ കുറിച്ചാണ്. മറ്റാരുമല്ല, മലയാള സിനിമയുടെ സ്വന്തം നടൻ സിദ്ദിഖാണ് സോഷ്യൽ മീഡിയ പരിഗണിച്ച ആ സ്ഥാനാർത്ഥി. AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ ആലപ്പുഴ മണ്ഡലത്തിൽ മത്സരിക്കുന്നില്ലെങ്കിൽ നടൻ സിദ്ദിഖിനെ കോൺഗ്രസ് പരിഗണിച്ചേക്കുമെന്ന രീതിയിലാണ് വാർത്തകൾ പ്രചരിച്ചത്. തൊട്ടുപിന്നാലെ പല പോസ്റ്റുകളും പുറത്തെത്തി. നാനാഭാഗത്തു നിന്നും സംഭവം ചർച്ച ചെയ്യപ്പെടാൻ തുടങ്ങിയതോടെ നടൻ ഇക്കാര്യത്തിൽ പ്രതികരിച്ച് രംഗത്തെത്തി. കഴിഞ്ഞ തവണ സ്ഥാനാർത്ഥിയാകണമെന്ന് മുതിർന്ന നേതാവ് ആവശ്യപ്പെട്ടിരുന്നുവെന്നും അന്ന് താൻ വേണ്ടെന്ന് വെക്കുകയായിരുന്നുവെന്നും ഇത്തവണത്തെ കാര്യം ഇതുവരെ അറിയിച്ചിട്ടില്ലെന്നും നിലവിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയാകാനുള്ള സാഹചര്യമില്ലെന്നുമാണ് നടൻ മൂവി വേൾഡ് മീഡിയയോട് പ്രതികരിച്ചത്. ആദ്യമായല്ല നടൻ തെരഞ്ഞെടുപ്പ് ചർച്ചകളിൽ സജീവമാകുന്നത്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അരൂരിൽ നിന്ന് സിദ്ദിഖ് മത്സരിച്ചേക്കുമെന്ന രീതിയിൽ വാർത്തകൾ പ്രചരിച്ചിരുന്നു. കോൺഗ്രസുമായി അടുത്ത ബന്ധം സൂക്ഷിക്കുന്ന വ്യക്തി എന്ന നിലയിലും താരമൂല്യവും കണക്കിലെടുത്താണ് നടനെ സോഷ്യൽ മീഡിയ അന്നും സ്ഥാനാർത്ഥിയായി പരിഗണിച്ചത്. സിദ്ദിഖ് മാത്രമല്ല, മറ്റു ചില സിനിമാ താരങ്ങളും സോഷ്യൽ മീഡിയ തെരഞ്ഞെടുപ്പ് സാധ്യതാ പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. ഉണ്ണി മുകുന്ദനും മലയാളത്തിന്റെ ലേഡി സൂപ്പർ സ്റ്റാർ മഞ്ജു വാര്യരും. BJP അനുഭാവിയും സംഘപരിവാർ നേതാക്കളുമായി അടുത്ത ബന്ധവും പുലർത്തുന്ന നടൻ ഉണ്ണി മുകുന്ദനെ സോഷ്യൽ മീഡിയ കഴിഞ്ഞ വർഷം മുതൽ തന്നെ BJP സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചിരുന്നു. BJP ടിക്കറ്റിൽ നടൻ പത്തനംതിട്ടയിൽ മത്സരിക്കുമെന്ന രീതിയിലാണ് വാർത്തകൾ പ്രചരിച്ചത്. ശേഷം നടന്റെ മാനേജർ പ്രചരിക്കുന്ന വാർത്ത പിന്തള്ളിക്കൊണ്ട് രംഗത്തെത്തുകയും ചെയ്തു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ണി മുകുന്ദൻ മത്സരിക്കുമെന്ന വാർത്തകൾ വാസ്തവവിരുദ്ധമാണെന്നും സിനിമയിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കാനാണ് നടൻ ഉദ്ദേശിക്കുന്നതെന്നുമാണ് മാനേജർ അന്ന് വ്യക്തമാക്കിയത്. അതോടുകൂടി അക്കാര്യം ഏകദേശം തീരുമാനമായി. ഉണ്ണി മുകുന്ദൻ പത്തനംതിട്ടയിലാണെങ്കിൽ മഞ്ജു വാര്യർ അങ്ങ് ചാലക്കുടിയിലാണ്. 2014-ലും 2019-ലും ഇന്നസെന്റ് മത്സരിച്ച ചാലക്കുടി മണ്ഡലത്തിലേക്കാണ് മഞ്ജു വാര്യരെ പരിഗണിച്ചിരിക്കുന്നത്. ജേക്ക് സി തോമസ്, CITU നേതാവ് UP ജോസഫ്, മുൻ വിദ്യാഭ്യാസ മന്ത്രി C രവീന്ദ്രനാഥ് എന്നിവർക്കൊപ്പം മഞ്ജു വാര്യരുടെ പേരും CPM നേതൃത്വം ചാലക്കുടി മണ്ഡലത്തിലേക്ക് പരിഗണിക്കുന്നു എന്ന രീതിയിലാണ് വാർത്ത പുറത്തെത്തിയത്. സോഷ്യൽ മീഡിയയിൽ മാത്രമല്ല, പത്രത്തിൽ വരെ മഞ്ജു വാര്യർ പരിഗണിക്കപ്പെട്ടു. നടിയെ കളത്തിലിറക്കിയാൽ ചാലക്കുടിയിൽ ജയിക്കാൻ സാധിക്കുമെന്നാണ് സോഷ്യൽ മീഡിയയിൽ ചർച്ച നടക്കുന്നത്. സിനിമാ താരങ്ങളെ കളത്തിലിറക്കുമ്പോൾ പൊതുസമൂഹത്തെ കൂടെ നിർത്താൻ സാധിക്കുമെന്ന ധാരണയിലാണ് പാർട്ടികളുള്ളത്. താരാരാധന ഒരുപക്ഷെ വോട്ട് മാറ്റിക്കുത്താൻ ചിന്തിച്ചാലോ? അത്തരമൊരു ചിന്ത തന്നെയാണ് സോഷ്യൽ മീഡിയ പ്രചരിക്കുന്ന ഈ വാർത്തകൾക്ക് പുറകിലുമുള്ളത്. എന്തായാലും ചർച്ചകൾ പൊടിപൊടിക്കുകയാണ്. സിനിമാ മേഖലയിൽ നിന്ന് നിലവിൽ സുരേഷ് ഗോപി തൃശൂരിൽ BJP സ്ഥാനാർത്ഥിയായി മത്സരിക്കുമെന്ന കാര്യം ഉറപ്പാണ്. വരും ദിവസങ്ങളിൽ ഏതെല്ലാം താരങ്ങൾ പട്ടികയിൽ ഇടം പിടിക്കുമെന്ന് നോക്കാം.